ഇന്നത്തെ ദിവസം ഈ ഒരു വേൾഡ് ഡയബറ്റീസ് ഡേയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് ടീമാണ് നമ്മുടെ കണ്ണൂർ ക്ലബ് ഓഫ് എമ്മിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഒന്ന് ഇപ്പോൾ തിയേറ്ററുകളിൽ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മുറ എന്ന സിനിമ. ആ സിനിമയുടെ ഡയറക്ടർ ഉണ്ട്, സിനിമയിലെ മറ്റു താരങ്ങളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഡോക്ടേഴ്സും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, ഒരു സെഷനാണ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് തുടങ്ങാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് മുറയിൽ നിന്ന് തന്നെ തുടങ്ങാം. അഫ്കോഴ്സ് ഡയറക്ടർ മുഹമ്മദ് മുസ്തഫ, കപ്പേള സിനിമയ്ക്ക് ശേഷം രണ്ടാമത്തെ സിനിമ അല്ലേ? ഓക്കെ, അപ്പൊ ബാക്കി എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തോ, ഒന്ന് പേരൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തുടങ്ങാം. എൻ്റെ പേര് അനുജിത്ത്, ഞാൻ ഇവിടെ തിരുവനന്തപുരം സ്ഥലം. എൻ്റെ പേര് ജോബിൻ, ഞാനും ട്രിവാൻഡ്രത്താണ്. Hi, this is Vignesh and I'm from Chennai. എൻ്റെ പേര് ഫാസിൽ നാസർ, ഞാൻ ഇതിൻ്റെ DOP ആണ്. എൻ്റെ പേര് യദു കൃഷ്ണൻ, ട്രിവാൻഡ്രമാണ് വീട്. എൻ്റെ പേര് ഹൃദു ഹാറൂൺ, ട്രിവാൻഡ്രം തന്നെയാണ് വീട്. ഹായ്, ഐ എം കൃഷ് ഹാസൻ, ചെന്നൈ. ഓക്കെ, ഇനി നമുക്ക് ഡോക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. I'm Dr. Sabna, consultant internal medicine. I'm Dr. Ashish, physician at Ashish. I'm Dr. Arjun, consultant endocrinologist, Aster Mims Hospital, Kannur. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ക്ലബ് ഓഫ് എം. താങ്ക് യു. യെസ്, അപ്പോൾ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവല്ലോ. കാരണം കുറേ പുതിയ താരങ്ങളുണ്ട്, ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള പോലെ ഒരു കപ്പേള പോലത്തെ ഒരു സിനിമയല്ല ഈ സിനിമ. അപ്പോൾ വിചാരിച്ച പോലെ തന്നെയാണോ സിനിമ ഔട്ട് വന്നപ്പോൾ, അതോ വിചാരിച്ചേക്കാളും ഗംഭീരമായോ? ആ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാം. വിചാരിച്ചേക്കാൾ ഗംഭീരമായി. എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ തിയേറ്ററിലൊക്കെ പോയി ഇപ്പോൾ റെസ്പോൺസ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഈ പുതിയ ആളുകളായതുകൊണ്ട് എങ്ങനെ എടുക്കും. ആകെയുള്ളതിനകത്ത് സുരാജ് ഏട്ടനും മലബാർ ചേച്ചി, കനി, അങ്ങനത്തെ കുറച്ച് പേരേ ഉള്ളൂ നോൺ ഫേസസ് ആയിട്ടുള്ള. ബാക്കിയെല്ലാം പുതിയ ആളുകളാണ്, മലയാളികൾക്ക് പരിചയമില്ലാത്ത മുഖങ്ങളാണ്. ഇവരെ വെച്ച് എങ്ങനെ ആളുകൾ എടുക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടന്റിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അങ്ങനത്തെ റെസ്പോൺസ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തിയേറ്ററിൽ നിന്ന്. ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഓക്കെ. ആൻഡ് ഇന്നിപ്പോൾ ഡയബറ്റീസ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ക്യാമ്പയിൻസും പ്രോഗ്രാംസും ഒക്കെ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ് നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതൊക്കെ? നമ്മൾ ആക്ച്വലി ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ആയിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ ഈ ക്യാമ്പ് പ്രോഗ്രാംസ് പോലെ നടത്തുന്നുണ്ട്. നമ്മൾ അവിടെ പോയി ഈ ഉൾപ്രദേശങ്ങളിലും അവിടെയെല്ലാം പോയി ക്യാമ്പ് നടത്തിയിട്ട് അവർ ബേസിക്കലി അവർക്ക് ഷുഗർ ഉണ്ടോ, നമ്മൾ പ്രമേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസിന് ശരിക്കും അവർക്ക് പ്രമേഹം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഈ ഇന്നത്തെ ഡേ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പ് രീതിയിൽ പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് ഷുഗർ നമ്മൾ ഗ്ലൂക്കോമീറ്ററിൽ നോക്കി അവർക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം. ഞങ്ങളിതുപോലെ സിനിമ കാണാത്ത ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു ക്യാമ്പയിനിങ് ആയിട്ടാണ്. അതാണ്. അതെ. ഓക്കെ, അപ്പോൾ ലൈക്ക് മുറ ടീമിലും കുറെ യങ് ആയിട്ടുള്ള കുറെ സ്റ്റാർസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒരു അവസരമാണ് ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കാനായിട്ട്, ഡയബറ്റീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്താ ചോദിക്കാനുള്ളത്? എന്താന്ന് ഇവർ അറിഞ്ഞിട്ടും കൂടിയില്ല. സാർ പറഞ്ഞ പോലെ ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം ടെസ്റ്റ്. തുടങ്ങട്ടെ. അല്ല, ഇത് എനിക്ക് ചോദിക്കാനുള്ളത്, ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടാവുമോ ഇത് ഇങ്ങനെ ഷുഗർ ലെവല് കൂടുതലായിട്ട് കാണിക്കും കുട്ടികളിലൊക്കെ? അതെന്ന് വെച്ചാൽ ഡയബറ്റീസ് തന്നെ പല ടൈപ്പുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയും. അപ്പോൾ അതാണ് കൂടുതലും കുട്ടികളിലും ചെറുപ്രായത്തിൽ തന്നെ കണ്ടുവരുന്നത്. എന്നാൽ പണ്ട് നമ്മൾ കൂടുതലും ടൈപ്പ് 1 ആണ് ചെറുപ്രായത്തിൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇപ്പം ടൈപ്പ് 2 ഡയബറ്റീസും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് വരുന്ന ഈ ടൈപ്പ് 2 ഡയബറ്റീസും ഇപ്പം ചെറുപ്രായത്തിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യങ്സ്റ്റേഴ്സ് ആണെങ്കിലും കൂടുതൽ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുഴപ്പമില്ല, നമ്മൾ ഒരു 10-30 വയസ്സിന് മേലെ ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെയാണ് കൂടുതലുടെയും ഒരു ധാരണ വരുന്നത്. എന്നാൽ അതൊക്കെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. പ്രത്യേകിച്ച് നമ്മൾ എക്സസൈസ് ഇല്ലായ്മ, അതുപോലെ ഭക്ഷണ ക്രമീകരണം ഇല്ലായ്മ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ ലഹരി അങ്ങനെയുള്ള പല ഇതും, പുകവലി, മദ്യപാനം, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാക്കാം. ഷുഗർ വേരിയേഷൻസും കാര്യങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് എപ്പോഴും നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ടൈപ്പ് 1ഉം ടൈപ്പ് 2 തമ്മിലുള്ള വ്യത്യാസം എന്താ ശരിക്കും? മറ്റേത് ജനറ്റിക്കലാണ്. ടൈപ്പ് 1 ജനറ്റിക്കലാണ്. ജനറ്റിക് ആണ് വെച്ചാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഇതായിട്ട് വരുന്നതാണ്. നമ്മുടെ ബോഡി തന്നെ അതിനെതിരെ ആക്ട് ചെയ്ത ആ പാങ്ക്രിയാസ് ഇത് ഡിസ്ട്രക്ഷൻ കാരണം ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആയി മാറും. മറ്റേത് ജീവിത ശൈലി കൊണ്ട് ഉണ്ടാകുന്നതാണ് ടൈപ്പ് 2. അതൊക്കെ നമ്മൾ പഠിക്കുന്ന കാലങ്ങളിൽ ഇപ്പം കുട്ടികൾ വരികയാണെങ്കിൽ അവർ ടൈപ്പ് 1 എന്നായിരുന്നു നമ്മുടെ ഒരു കോൺസെപ്റ്റ്. 18 വയസ്സിന് താഴെ ടൈപ്പ് 1, 18 വയസ്സിന് മുകളിൽ ടൈപ്പ് 2. ഇപ്പം പക്ഷെ അത് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 10 വയസ്സ് 8 വയസ്സ് വരുന്ന കുട്ടീനെ നമ്മൾ കാണുമ്പോൾ നമുക്കത് ടൈപ്പ് 2 ആണെന്നറിയാം. കാരണം അവരുടെ ഈ ഭക്ഷണ ക്രമീകരണവും ഈ വ്യായാമക്കുറവും ഈ ഫോൺ യൂസേജ് ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം കൂടെ കാരണം അവർക്ക് ഈ കുട്ടികളിലാണ് നമ്മൾ OPയിൽ പണ്ട്
ഈ പറഞ്ഞ പോലെ മുതിർന്നവർ ഒരു 35-40 വയസ്സിൽ വന്നുകൊണ്ടിരുന്ന ഷുഗർക്ക് ഇപ്പോൾ 8 വയസ്സ് 10 വയസ്സിലുള്ള കുട്ടികളിലും കാണാറുണ്ട്. ഈ 3 കാരണങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ ഈ അടുത്ത് ബാംഗ്ലൂർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കൊച്ചിന് 6-7 വയസ്സങ്ങാണ്ടുള്ള ഒരു പെങ്കൊച്ച് ഹൈ ഡയബറ്റിക് ആണെന്ന് പറഞ്ഞു, ഹൈ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ കുട്ടികളിൽ അത്രയും ഹൈ ഒക്കെ ആവണം എന്നുള്ളതാണ് ഡൗട്ട്. യൂഷ്വലി ആ പ്രായത്തിൽ വരുന്നത് ടൈപ്പ് 1 ആവാൻ സാധ്യതയുണ്ട്, അത്രയും ഹൈ ഷുഗർ ആണെങ്കിൽ. കാരണം അത് നമുക്ക് ബോധം പോകുന്ന അവസ്ഥയിലായി പോയി കുട്ടി. മിക്കവാറും അത് ടൈപ്പ് 1 ഡയബറ്റീസിൽ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അതായത് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വ്യായാമക്കുറവും ഭക്ഷണ ക്രമീകരണവും ഈ ഫോൺ യൂസേജ് ഇതൊക്കെ കൊണ്ടുവരുന്നതാണ്. പണ്ട് അതൊരു 35-40 വയസ്സിന് താഴെ കാണുന്നത് വളരെ കുറവായിരുന്നു, തീരെ കുറവായിരുന്നു. അത് കുഞ്ഞു കുട്ടികളിൽ നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല. ടൈപ്പ് 1 കുട്ടികളുടെ ഡയബറ്റീസ് ടൈപ്പ് 1 എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്നത് ഈവൻ 8 വയസ്സ് ഈ പറഞ്ഞ പോലെ 10 വയസ്സിലുള്ള കുട്ടികളിലെല്ലാം ഈ ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മൾ കാണാറുണ്ട്. കാരണം അവർക്ക് വെയിറ്റ് കൂടുതൽ കൊണ്ടും ഈ പറഞ്ഞ ഭക്ഷണ വ്യായാമ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് കാണുന്നത്. കുറച്ചുകൂടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടും അതൊക്കെ വേണ്ടിയിരിക്കല്ലേ റീസൺസ്. പിള്ളേർ ഇത് കഴിക്കുന്ന കൂടുതൽ ജങ്ക് ഫുഡും ഷുഗർ പ്രോസസ്ഡ് ഫുഡൊക്കെ. ഇപ്പം പണ്ട് ഇതില്ലായിരുന്നു പറഞ്ഞല്ലോ ഡോക്ടർ, കുറവായിരുന്നു. ഇപ്പം അത് കൂടുന്നു. അപ്പം അത് ആരാ റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചാൽ ആരായിരിക്കും ഡോക്ടർ? സെൻസിറ്റീവ്. ഇതിപ്പം നമുക്ക് ഇപ്പോൾ ഈ മൂവി ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പം തന്നെ നമ്മൾ മുന്നൊക്കെ മൂവീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ഭയങ്കര സീനിയർ സ്റ്റാർസ്, ആ ഒരു മൂവീസ് മാത്രമേ ക്ലിക്ക് ആവുള്ളൂ. അങ്ങനെ കുറേ പ്രീഫോംഡ് കാര്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡയബറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം നമ്മൾ ജനങ്ങളിലേക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മെസ്സേജ് എത്തിക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ കൂടുതലുള്ളത് ഒരു യങ്സ്റ്റേഴ്സാണ്. അപ്പം നമ്മൾ ഇപ്പം വരും കാലങ്ങളിൽ ഇതൊക്കെ കണ്ടതെന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സിൻ്റെ മൂവിയാണ് കൂടുതലും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അല്ല. ഈവൻ ലൈക്ക് ഇപ്പം ഞാനൊരു മൂവിക്ക് പോകുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ആക്ടേഴ്സ് ആരാണെന്നോ അല്ലെങ്കിൽ ഇതെല്ലാം നോക്കുക. ഐ ഗെറ്റ് ദ റിവ്യൂ ഫ്രം മൈ ഫ്രണ്ട്സ്, എങ്ങനെയാണ് മൂവീസ്. അപ്പോൾ ഐ ഹാവ് സീൻ മെനി ഓഫ് ദ ന്യൂ കമ്മേഴ്സ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ. നമ്മളിങ്ങനെ വിചാരിച്ചു പോകാറുണ്ട് ഇവരൊക്കെ എവിടെയായിരുന്നു. അപ്പോൾ നിങ്ങളെ മൂവീസിനോട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു മൂവി എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കാം? ഇറ്റ്സ് എന്ത് മൂവി, വാട്ട് ടൈപ്പ് ഓഫ് മൂവി ഇറ്റ് ഈസ്, എന്താണ് ഒരു പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്? എന്താണ്, അടിയാണോ, പിടിയാണോ, ഫ്രണ്ട്ഷിപ്പാണോ, വാട്ട് ഇസ് ഇറ്റ്? അല്ല, അവിടെ ചോദിക്കണ ഒരു കാര്യം കേട്ടോ. കാര്യം ഈ സിനിമേന്റെ ട്രെയിലർ തൊട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിയുണ്ട്. ഇത് ശരിക്കും നിങ്ങൾ ഒറിജിനൽ ആയിട്ട് നിങ്ങൾ തന്നെ ഇതിന് ട്രെയിനിങ് കിട്ടിയോ? അല്ല, നമുക്ക് ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് ചെറിയ സ്റ്റണ്ടിൻ്റെ കുറച്ച് ബേസ് സാധനങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടല്ലേ അഭിനയിക്കണത്? അപ്പൊ എങ്ങനെയായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? രാവിലെ മുതൽ തുടങ്ങിയ വൈകുന്നേരം വരെ അങ്ങനെയാണോ? അങ്ങനെയൊക്കെ തന്നെ പോവും. ഓ, അടിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് നിലത്തൊന്നുമല്ല, എയറിലാണ്, പറക്കുകയാണ് ചെയ്യുക. ടൈമിംഗ് ഇല്ലാത്ത കാരണം കുറെ പ്രശ്നങ്ങൾ അടി ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മൈൻഡ് ആകൂല്ലോ അത്രയ്ക്ക്. ഓക്കെ ഓക്കെ. അതേപോലെ കുറെ ഓട്ടം, ചാട്ടം, റേസിങ് അതൊക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം കുറച്ച് പാടായിരുന്നു. നമ്മളെ ഒരു ഷോട്ട് എടുക്കണതിൻ്റെ മറ്റേ മതിലിൽ ഇങ്ങനെ ചാടുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ റിയലായിട്ട് വീണ് അവസാനം ഞാൻ അവിടെ ഇങ്ങനെ കാല് വേദന എടുത്ത് ഇങ്ങനെ കിടന്നു. അപ്പം ഇക്ക മൈക്കിൽ കൂടെ പറഞ്ഞ് ആടെ മതിയടാ അഭിനയൊക്കെ മതിയടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറയാം എനിക്ക് റിയലായിട്ട് കാല് പോയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്നെ ഇവന്മാരെന്നെ എണീപ്പിച്ച് എന്നെ ഓട്ടിച്ച് അവന്മാരെ കൂടെ. അവസാനം ആ ഷോട്ടാണ് സിനിമയിൽ എടുത്തതല്ലേ? അപ്പൊ മനസ്സിലായിരുന്നോ ശരിക്കും വീണതാണ്? മെസ്സേജാ കൊടുക്കണമെന്ന് ചോദിച്ചല്ലേ? ഇത് നമ്മൾ മെസ്സേജിനായിട്ട് വേണ്ടിയിട്ടൊന്നും പ്ലാൻ ചെയ്തതല്ല. പക്ഷെ പടം കാണുന്നത് ഇപ്പൊ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ ഇന്റർപ്രിട്ടേഷൻ പല ആൾക്കാർക്കും പലതാണ്. അപ്പൊ പലരും പറയുന്നുണ്ട് ഇതിൽ ഭയങ്കരമായ ഒരു മെസ്സേജ് ഉണ്ട് എന്ന് പറയുന്നു. അത് നമ്മള് അങ്ങനെ ഇതാണ് നമ്മുടെ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ മെസ്സേജ് അല്ല അത്. അതൊരു പ്രോസസ്സിന്റെ ഇടയ്ക്ക് വന്നതാണ്. ഈ പറഞ്ഞ ഈ കഥ എങ്ങനെയായിരുന്നു, ഈ പറയുന്ന പിള്ളേർ അനുഭവിക്കുന്നത് ഒരു തിരുവനന്തപുരം ലോക്കൽ ഗാങ്സ്റ്ററിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ വെറും അടിയും കുത്തും മാത്രമല്ല, ഇതിന്റെ ബാക്കില് ഇപ്പൊ മരിച്ചവൻ മരിച്ചു കഴിഞ്ഞാൽ പോയി തീർന്നു. അത് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ഒരു ഇമോഷൻസ് ഒക്കെയാണ് കൂടുതലും സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പരിപാടികൾക്ക് ഇറങ്ങുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കും. ഈ സിനിമ കണ്ടവരാണെങ്കിൽ അയ്യോ
വേണോ എന്നുള്ളത്. ഇവരെ എങ്ങനെയാ ലൈക്ക് അതിലേക്ക് വരുത്തിയത്? ഇപ്പൊ ഭയങ്കര ഇമോഷൻസ് ശരിക്കും ഭയങ്കരമായിട്ട് ചെയ്യാനുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിലേക്ക് എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു ആക്ടിങ് ആ ഒരു വർക്ക്ഷോപ്പ് ടൈമിലൊക്കെ? ആ വർക്ക്ഷോപ്പ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട് ഇവർക്ക്. പിന്നെ ഇവര് സ്ക്രിപ്റ്റ് വായിക്കാന്ന് പറഞ്ഞായിരുന്നു. നമ്മള് സാധാരണ സ്ക്രിപ്റ്റ് ആക്ടേഴ്സിന് അങ്ങനെ കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ തുടക്കം മുതലേ സ്ക്രിപ്റ്റ് വായിക്കണം. എല്ലാവരുടെ അടുത്തും വരാൻ പറയും, ഓഫീസിൽ വരാൻ പറയും, സ്ക്രിപ്റ്റ് വായിക്കാൻ പറയും. ഒരു തവണ വായിച്ച്, 2 തവണ വായിച്ച്, 3 തവണ വായിച്ച്. ഇവരൊക്കെ ഒരു തവണ വായിച്ചിട്ട് പിന്നെ അത് നരേഷൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറയും. വായിച്ച ആള് സ്ക്രിപ്റ്റ് നോക്കാണ്ട് പിന്നെ എങ്ങനെയാണ് ഇത് നരേറ്റ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അപ്പൊ ആ മാക്സിമം ഒരു സ്ക്രിപ്റ്റിലേക്ക് ഇങ്ങനെ ഇന്നായിരുന്നു, കഥാപാത്രത്തിലേക്ക് ഇന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമോഷൻ സൈഡൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മള് ഓരോ ആളുകളെ എങ്ങനെയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്തത്? ലൈക്ക് ഇതിന്റെ ഓഡീഷൻ എളുപ്പമായിരുന്നോ? മീൻസ് മനസ്സിലൊരു ആയിരുന്നില്ല. ഓഡീഷന് ഋതുവിനെ നമ്മൾ ആദ്യം, ഋതു നേരത്തെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അറിയാം. അതിൽ ഞാൻ വരാൻ നിൽക്കാണ് അല്ലെ. ഹിന്ദി, തമിഴും വെബ് സീരീസ് ഒക്കെ ചെയ്തതാണ്. അപ്പം ആദ്യം നമ്മൾ ഋതുവിനെ കാസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ കിട്ടണം. ഈ ഒരു 4 ടീം, ഇവരടക്കം 6 പേര് സെറ്റ് ആവുന്ന ഒരു ടീം ആളുകൾക്ക് ഭയങ്കര കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ടീം ആവണം. ഇവർ ചെയ്യുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. അപ്പൊ അത്തരം ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കാസ്റ്റിംഗ് കോൾ ഇട്ട് ഒരു 6000-ലധികം ആളുകൾ ഫസ്റ്റ് ഓഡിഷന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പല ജില്ലകളിൽ നിന്നായിട്ട്. പക്ഷെ നമ്മൾ തിരുവനന്തപുരം മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് മാത്രം 2000 പേരുണ്ട്. അപ്പൊ അതും വീണ്ടും സോർട്ട് ചെയ്ത് ഒരു 200 പേരെ നമ്മൾ ഡയറക്റ്റ് ഓഡിഷൻ വിളിച്ചു. അതിലും ഈ പറഞ്ഞ പോലെ നമുക്ക് പറ്റിയൊരു ഫേസ് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഫസ്റ്റ് ഓഡീഷനിൽ ഇവരാരും ഇല്ല. ഓക്കെ. പക്ഷെ ഇവരുടെ ചില അമ്മമാരുടെ ക്യാരക്ടർ ചെയ്യുന്ന ആളുകളുണ്ട്, ചെറിയ കുട്ടി ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന, അവരൊക്കെ നമുക്ക് അതിന് പിച്ച് ചെയ്യാൻ പറ്റി. പക്ഷെ ഇവര് ഒരു പടത്തിനെ ഫുൾ ക്യാരി ചെയ്യുന്നവരാണല്ലോ, ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ ചുമ്മാ ഒരാൾക്ക് ആരും പിടിച്ച് നിർത്താൻ പറ്റില്ല, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഓരോ ക്യാരക്ടേഴ്സും. അങ്ങനെ വീണ്ടും നമ്മള് എഡീസും റൈറ്ററും എല്ലാവരും പല വഴിക്കായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് ഓടി, ക്യാമ്പസുകളിൽ പോയി, നാടക തിയേറ്റർ ഗ്രൂപ്പുകളിൽ പോയി, അങ്ങനെയൊക്കെയാണ് എടുത്തത്. അനുജിത്തിനൊക്കെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കുറച്ച് പിള്ളേരെ ഒന്നിച്ച് നിർത്തിയിട്ട് ഒരു ഓഡിഷൻ നടത്തിയതിൽ ഒരു വീഡിയോ എനിക്ക് അയച്ചപ്പോ ഞാൻ പറഞ്ഞ ഇവനെ തൂക്കിക്കോ, ഇവനെടുത്തോ. അങ്ങനെ അപ്പൊ നമ്മള് പ്ലാൻ ചെയ്ത് ഇങ്ങനെ സിനിമ അങ്ങനെ ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായില്ല, ഒന്നുമില്ല മൈൻഡിൽ അല്ലെ? സ്വപ്നത്തിൽ നിന്ന് അങ്ങനെ ഉറക്കത്തിന് വിളിച്ചിട്ട് എടാ സിനിമ ഉണ്ട് വാന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്ന പോലെയാണ്. അങ്ങനെ ഓക്കെ. അപ്പൊ 1000-കണക്കിന് ആൾക്കാർ പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഒരു ഭാഗ്യം. അങ്ങോട്ടേക്ക് അല്ലേ സിനിമയിൽ അഭിനയിക്കാൻ അങ്ങോട്ടേക്ക് അവസരം ചെന്ന് എത്തിയ ആളാണ്. ഓക്കെ, ഗുഡ്. അതിനിപ്പോ ഇവര് പ്രൊഡക്ഷൻ ഹൗസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഫുഡൊക്കെ ഭയങ്കര റിച്ച് ആൻഡ് സൂപ്പർ ആണെന്നല്ലേ? അപ്പോ അതും നമ്മൾ ഈ ഒരു ഡയബറ്റീസ് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഹൗ ഹെൽത്തി ഈസ് യുവർ, നിങ്ങളെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഉള്ള ഡയറ്റൊക്കെ എത്ര ഹെൽത്തിയാണ്? എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കാറ്? അത് കൺസിസ്റ്റന്റ്ലി ഹെൽത്തി അല്ല. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് എന്തോ സോഡ പൊടിയൊക്കെ, എന്താണത്, അജനമോട്ട സോഡ, അതൊക്കെ ഇട്ട്. അപ്പം അത് അങ്ങനെ ഹെൽത്തി അല്ലല്ലോ, ഗട്ടിന് പ്രോബ്ലമാറ്റിക് ആയിട്ട് വരില്ല. ആക്ച്വലി എനിക്ക് ചോദിക്കാൻ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ ഷൂട്ടിന് നമ്മളെല്ലാവരും പോകുമ്പോൾ നമുക്ക് ഈ നൈറ്റ് സ്കെഡ്യൂൾ മോർണിംഗ് സ്കെഡ്യൂൾ ഇങ്ങനെ മാറി ചിലപ്പോൾ നമുക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ സമയത്ത് കഴിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഫുഡ് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്ന വളരെ ചെറിയ കാര്യം മനസ്സിൽ വെച്ചാൽ, നമ്മളിപ്പോൾ നോർമലി ഫുഡ് കഴിക്കുമ്പോഴും നമ്മളിപ്പോൾ കുറേ മിത്തുണ്ട്. നമ്മളിപ്പോൾ അരി കഴിച്ചു കഴിഞ്ഞാൽ മോശമാണ്, ഇത് കഴിക്കാൻ പാടില്ല. ഇറ്റ്സ് ലൈക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ പോർഷൻ കൺട്രോളാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും അരി കഴിക്കാൻ പാടില്ല അതൊന്നല്ല പറയുന്നത്. നമ്മൾ നോർമലി എടുക്കുന്ന ഒരു പ്ലേറ്റിന് അതൊരു 3 പോർഷനായിട്ട് കട്ട് ചെയ്യുക. അതിലൊരു ഹാഫ് പോർഷൻ മേക്ക് ഷുവർ യു ഈറ്റ് ഫൈബർ എന്ന് പറയുന്നത് എന്തോ ആവാം, ഒരു സാലഡ്, ഒരു കുക്കുംബർ, ഒരു ക്യാരറ്റോ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. And that 1/4 portion you can take it as it can be അരിയുള്ള ഭാഗം. ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, ദോശയാണെങ്കിൽ ദോശ. ബട്ട് മേക്ക് ഷുവർ ഇറ്റ്സ് ഓൺലി 1/4 പോർഷൻ. ബാക്കി 1/4 ഡെഫിനറ്റ്ലി പ്രോട്ടീൻ ആഡ് ചെയ്യുക. എഗ്ഗൊക്കെ എപ്പോഴും നമുക്ക് ഭയങ്കര കോമൺ ആയിട്ട് കിട്ടുന്ന സാധനമാണ്, അത് ആഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോട്ടോ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ആ പ്ലേറ്റിൻ്റെ ഹാഫ് പോർഷൻ ഷുഡ് ബി, ഇപ്പം നിങ്ങൾക്കിപ്പം രാവിലെ ഇഡ്ഡലിയാണ് അവൈലബിൾ, അത് സാമ്പാറിലെ കുറച്ച് കഷ്ണങ്ങൾ അധികം എടുക്കുക, ടേക്ക് എൻ എഗ് വിത്ത് ദാറ്റ്. എക്സോട്ടിക്കായിട്ട് വേറെ ഡയറ്റ് ആഡ് ചെയ്യണമെന്നില്ല. ഇപ്പം നിങ്ങളൊരു പാർട്ടിക്ക് പോയാലും മേക്ക് ഷുവർ, ഇപ്പോൾ മന്തി ആണെന്നുണ്ടെങ്കിൽ ടേക്ക് ദ മന്തിയിൽ 2 ചിക്കൻ എടുക്കുക, ടേക്ക് 1/4 ഓഫ് ദ റൈസ്, എന്നിട്ട് സാലഡ് എന്തായാലും എവിടെ പോയാലും യു വിൽ ബി ഹാവിങ് ഹാഫ് പോർഷൻ, കവർ ഇറ്റ് ലൈക്ക് ദാറ്റ്. ആ ഒരു പ്രപ്പോർഷൻ കീപ്പ് ഇറ്റ് ഇൻ ദ മൈൻഡ് എവ്രിവേ യു ഗോ, വേറെവർ യു ഗോ, എവിടെ പോയാലും പ്രൊഡക്ഷൻ ആയാലും ഇതിലൊക്കെ. നമ്മൾ പിന്നെ മാക്സിമം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറേറ്റഡ് ഡ്രിങ്ക്സ്,
like Coke, Pepsi, it's heavily sugar content. It's not needed for your body. അത് ഭയങ്കരമായിട്ട് നമുക്ക് മോശം ഉണ്ടാക്കും. നമ്മളുടെ അപ്പറ്റൈറ്റും കുറയും അത് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വയറിങ്ങനെ ഫുൾ ഇതാവും. അപ്പോൾ യു വോണ്ട് നല്ല ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതും പോകും. സോ യു കട്ട് ഡൗൺ ദ ഷുഗർ പോർഷൻ. കംപ്ലീറ്റ് ആയിട്ട് പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റെഡ്യൂസ് ഇറ്റ്. ദാറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ബാഡ്. അത് ഹോൾ ബോഡിക്ക് മോശമാണ് അത്. അതുപോലെ തന്നെ കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്യുന്നത് അൺലെസ് ആൻഡ് അൺടിൽ യു ആർ ഗോയിങ് ഫോർ സം എക്സ്ട്രീം വർക്കൗട്ട് ആൻഡ് കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട. വി നീഡ് കാർബ്സ്. പക്ഷെ അതിന് 1/4 ഓഫ് എവറി മീൽ നമ്മൾ കാർബ്സ് എടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പം വിശക്കുണ്ടെങ്കിൽ പിന്നെയും കഴിക്കാം. ടേക്ക് സ്മോൾ മീൽസ്, ബട്ട് ഡോണ്ട് ടേക്ക് ഒത്തിരി അങ്ങോട്ട് എടുത്തിട്ട് ഒരു സമയത്ത് അങ്ങനെ എടുക്കരുത്. ഓക്കെ, ഞാൻ ഇന്നൊന്നും കഴിച്ചില്ല, സോ ഐ ഹാവ് വൺ ഹോൾ ബിരിയാണി എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോങ് കോൺസെപ്റ്റ്. ദാറ്റ്സ് വാട്ട് ഹാപ്പൺസ്. അപ്പം നിങ്ങളിപ്പം യങ്സ്റ്റേഴ്സ് ആണ്, അപ്പം നിങ്ങൾ ഹെൽത്തി ആണ്, അപ്പം നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടായ പെട്ടെന്ന് അറിയണമെന്നില്ല. സോ ബട്ട് വൺസ് യു ഏജ്, അത് മാത്രമല്ല എക്സ്ട്രീം കണ്ടീഷനിലേ നിങ്ങൾക്ക് ഫെറ്റീഗ്സ് ഒക്കെ അനുഭവപ്പെടത്തുള്ളൂ. അപ്പം ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാവരും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ബ്ലഡ് ഷുഗേഴ്സ് ചെക്ക് ചെയ്യാം. ഡോക്ടർ നമ്മൾ പറയും, നമ്മൾ തിയേറ്റർ ഗ്രൂപ്പിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം, നമ്മളെ ആക്ടേഴ്സിന്റെ ടൂൾ എന്ന് പറയുന്നത് ബോഡിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരമാണ്, കണ്ണാണ്, നമ്മുടെ കൈയാണ്, കാലാണ്, ഇതെല്ലാം. അപ്പൊ അത് ശരിക്കും നേരത്തെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ചെക്ക് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബോഡി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ബിക്കോസ് നമുക്ക് ഒത്തിരി യങ്സ്റ്റേഴ്സ് വരാറുണ്ട് കിഡ്നി ഫെയിലിയേഴ്സ് ആയിട്ട്. ഒന്നും ഉണ്ടായില്ല, ഒന്നും ചോദിക്കുമ്പോൾ നോ ഹിസ്റ്ററി, എക്സ്ട്രീംലി ഗുഡ്, നല്ല വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ്, കിഡ്നി ഫെയിലിയർ ആയിട്ട് വന്നു. ബിക്കോസ് ഓവർ ദ കൗണ്ടർ കുറേ ലൈക്ക് യു ഷേക്സ്, അതൊക്കെ ലൈക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാതെയുള്ള വർക്കൗട്ട്, പ്രോപ്പറായിട്ടുള്ള ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പൗഡേഴ്സൊക്കെ കഴിക്കുക, ആൻഡ് ഷുഗേഴ്സ് ഹൈ ആവുക. അത്രയും നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഡയറ്റിനൊക്കെ പോകാം, നിങ്ങളിപ്പോൾ മൂവീസിലാണെങ്കിൽ വെയിറ്റ് ഗെയിൻ, വെയിറ്റ് ലോസ്, അതിനൊക്കെ പോകുമ്പോൾ ഇറ്റ് ഷുഡ് ബി അണ്ടർ എ ഗുഡ് ഡോക്ടർ ആൻഡ് എ ഡയറ്റീഷ്യൻ, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു പ്രോബ്ലംസ്. അല്ല ഡോക്ടർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതേപോലെ ക്രമീകരിക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. ലൈക്ക് എനിക്ക് വി ട്രൈ ടു ഡു ഇറ്റ്. ഇപ്പോൾ ഇനീഷ്യലി ആണെങ്കിൽ ഇപ്പോൾ മുന്നേക്ക് എൻ്റെ ആഫ്റ്റർ മൈ ഡെലിവറി ആൻഡ് പുട്ട് ഓൺ എ ലോട്ട് ഓഫ് വെയിറ്റ്, വി ഹാഡ് ഹെൽത്ത് ഇഷ്യൂസ് ഓൾസോ. പക്ഷെ നമ്മൾ വി ഹാവ് ടു വർക്ക് ഓൺ ഒരു 1 or 2 years വർക്കൗട്ടും അതിൻ്റെയൊക്കെ ഒരു ഇതിന് ശേഷമാണ് വി ഓൾസോ. ബട്ട് ഐ എം നോട്ട് ടെല്ലിങ് ഓൾ ദ ഡോക്ടേഴ്സ് ആർ ഏബിൾ ടു സ്റ്റിക്ക് ഓൺ. ദർ ആർ ഡോക്ടേഴ്സ് അവർക്ക് പറ്റാറില്ല, കാരണം അധികം ചില ആൾക്കാർ ഫുൾ ടൈം ഹോസ്പിറ്റലിലായിരിക്കും, തിയേറ്ററിലായിരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ രാവിലെ കയറിയ വൈകുന്നേരം, മൈ ഹസ്ബൻഡ് ഇസ് എ സർജൻ, സോ ഐ നോ. അപ്പോൾ മൂപ്പര് രാവിലെ 8 മണിക്ക് തിയേറ്ററിൽ കയറിയാൽ ഇറങ്ങുന്നത് രാത്രി 8 മണിക്കായിരിക്കും. സോ ജോബ് ഓൾസോ മാറ്റേഴ്സ്. അപ്പോൾ അതിന് വി ഹാവ് ടു ട്രൈ. അതാണ് ഞാൻ ഈ പറഞ്ഞ പോർഷൻ മാത്രം ഓർത്താൽ മതി. ഫൈബർ, കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ, 1/4 and half. ആ ഒരു പോർഷൻ, നോ ജ്യൂസസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരികയാണ്, ഇതെല്ലാം കേട്ടിട്ട് അല്ല, ബിരിയാണി കഴിച്ചോ, 1/4 ബിരിയാണി കഴിച്ചിട്ട് ചിക്കൻ പീസ് ഒരു 2 എക്സ്ട്രാ കഴിച്ചാൽ മതി. അതിൻ്റെ കൂടെ ഇച്ചിരി സാലഡ്, യു ക്യാൻ ആസ്ക് ദാറ്റ്. പിന്നെ ജ്യൂസ് കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യുക. ഇറ്റ്സ് വെരി അൺഹെൽത്തി. ഒന്നും നമ്മൾക്ക് പഴങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അത് കഴിക്കാൻ വേണ്ടി, ചാറാക്കി കഴിക്കാൻ വേണ്ടിയിട്ടില്ല. ആനിമൽസ് ജ്യൂസ് കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? ദേ ആർ ഹെൽത്തി, മോസ്റ്റ് ഓഫ് ദ ആനിമൽസ്, റൈറ്റ്? ഒരു ജ്യൂസും വരും, യു ടേക്ക് ഇറ്റ്, കുക്ക് ഇറ്റ് ആൻഡ് ടേക്ക്. കാരണം നമ്മൾ ജ്യൂസ് ആകുന്ന സമയത്ത് അതിലുള്ള ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആൾക്കാർക്കുള്ള ഭയങ്കര ഇത്. ഞാൻ ഡയറ്റാണ്, ഞാൻ ഇന്ന് 2 ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് കുടിച്ചു. ഡയറക്റ്റ് ഷുഗർ ആവുകയാണ്. നമ്മളത് കഴിക്കുമ്പോഴും ജ്യൂസായിട്ട് കുടിക്കുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ജ്യൂസായിട്ട് കുടിക്കുമ്പോൾ ഡയറക്റ്റ് ഷുഗർ പോലെ തന്നെ നമ്മൾ ഷുഗർ കൺസംപ്ഷനാണ്, മറ്റേത് ഫൈബർ മാറുകയാണ്. Sir, if the taste is so good, we can't control ourselves. തമിഴിൽ പേசுங்க. പിന്നെ കുറെ സമയത്ത് നമ്മൾ ട്രിവാൻഡ്രം കേൾക്കാണ്, കണ്ണൂർ കേൾക്കാണ്, ഇനി നമ്മൾ കുറച്ച് തമിഴ് കേൾക്കട്ടെ. அதான் டேஸ்ட் நல்லா இருக்கும்போது கண்ட்ரோல் பண்ண முடிய மாட்டேது. நேற்றும் அதான் நடந்துச்சு, 3 பிளேட் அடித்தோம் பிரியாணி, அப்புறம் வயிறு ஃபுல்லாகிடுது. நோ ஃபைபர், നോ. അല്ല, അതാണ് അതിൽ ഫൈബറും പ്രോട്ടീനും ആഡ് ചെയ്യുന്നത് നമുക്ക് ഫുൾനെസ് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അപ്പം നമ്മൾ ബ്രെയിൻ വിൽ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ ഇറ്റ്സ് ഇനഫ്. അപ്പം നമ്മൾ കാബ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫുൾനെസ് ഫീൽ ഓൾ ദിസ്, ഈ പോർഷൻ കൺട്രോൾ ചെയ്താൽ മതി. വർക്കൗട്ടും പണിക്കും. ഓ ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൊഞ്ചം കൂടെ നല്ലതായിരിക്കും. ഓക്കെ, എല്ലാം പുരിഞ്ചാച്ച. പുരിഞ്ചു. ഫസ്റ്റ് ടൈം ആണോ മലയാളത്തില്?
ഇത് ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് ഈ മലയാളം? തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ആമാ. മലയാളത്തിൽ വന്ന് ആക്ട് ചെയ്തു. ഡയറക്ടർ, ബാക്കി ക്രൂ மெம்பர்ஸ் எல்லாரும் எங்கനെயுണ്ടായിരുന്നു எக்ஸ்பீரியன்ஸ்? இது ரொம்ப ஹாப்பியாக இருந்துச்சு. ஏன்னா எனக்கு இவ்வளோ பெரிய ஒரு ஸ்பேஸ் வந்து தமிழில் கிடைச்சதே இல்லை. அது கிடைக்கணுன்னா நான் இன்னும் நிறைய அங்கே ஒர்க் பண்ணோம். இங்கே ஃபஸ்ட்டே வந்து அந்த டேலண்ட்டை பிடிச்சி அந்த ஒரு இது கொடுக்குறாங்கல்ல, அந்த ஒரு ஸ்பேஸ் கொடுக்குறதே வந்து நான் ஸ்பெஷலாக பார்க்குறேன். ഓക്കെ. സിനിമയിലേക്ക് എങ്ങനെയാ, ഓഡിഷൻ വഴിയാണോ വന്നത്? இல்லை, விக்கி அவர் வந்து என்னோட ஃப்ரெண்டு. அவர் தான் என்னோட ப்ரொஃபைல் அனுப்புனாரு டேரக்டருக்கு. அவங்க டீம் பார்த்துட்டு செலக்ட் பண்ணது தான். ஓகே ஓகே. என்னோட கேரக்டர் நான் அதில் பண்ணியிருக்கிற மலர்வேந்தன் ஒரு கேரக்டர் பண்ணியிருக்கேன். மதுரை பேஸ்ட் ஒரு கேரக்டர். ഓക്കെ. അപ്പൊ ഇവിടെ വന്ന് മലയാളം ഒന്നും പഠിച്ചില്ലേ? കുറച്ച് പഠിച്ചിട്ടുണ്ട്. മനസ്സിലാവും. അത് മനസ്സിലായി. അതെ അല്ലേ? എന്താടാ സംസാരിക്കും? അല്ല, മലയാളത്തിൽ ഐ ഹാവ് അതർ സ്റ്റേറ്റ് ഫ്രണ്ട്സ്. അപ്പം അവർ ഫസ്റ്റ് പഠിക്കുന്നത് തെറിയാണ്, അങ്ങനെയാണോ? അതെ, ആവശ്യമില്ലാത്താണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ പറയണ്ട. ഋതു ലൈക്ക് ഒരുപാട് ഇതിനു മുമ്പ് സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയണമല്ലോ, കാനില് പോയിട്ടുണ്ടായിരുന്നു, അവിടെ സ്വന്തം ഫേസ് ഒക്കെ സ്ക്രീനിൽ കണ്ടു, ഭയങ്കരമായിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്തതിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? ഇവിടുന്ന് റെഡ് കാർപ്പറ്റിൽ പോയി ആസ് എ മലയാളി ഭയങ്കര പ്രൗഡ് അല്ലേ? ഭയങ്കര ഇത് ഞാൻ ആൻസർ ചെയ്തത് എനിക്ക് കുറച്ച് ബൈഹാർട്ടായ ആൻസർ, പക്ഷെ ഞാൻ ബൈഹാർട്ടഡ് ആൻസർ അല്ലാത്ത ഞാൻ എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ഓവർവെൽംഡ് ആൻഡ് എക്സൈറ്റിംഗ് പല ഇമോഷൻസ് ഒരുമിച്ച് വന്നു. എന്ന് പറയുമ്പോൾ 3 ദിവസം അടുപ്പിച്ചായിരുന്ന പരിപാടി നടന്ന് റെഡ് കാർപ്പറ്റ്, ഫോട്ടോകോൾ, പിന്നെ റിസൾട്ട് അറിയുന്നത്. അപ്പം 3 ഇങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോൾ പ്രോസസ്സ് ചെയ്യാൻ സമയം കിട്ടിയില്ല. കാരണം ഞാൻ കുഞ്ഞു മുതലേ നമ്മൾ കാണുന്ന ഒരു സാധനമാണല്ലോ കാൻ ഫെസ്റ്റിവലൊക്കെ. ആദ്യമായിട്ടല്ലേ അവിടെയൊക്കെ പോണത്? അതെ, ആദ്യമായിട്ടാ കാനിലൊക്കെ ആദ്യമായിട്ടാ പോകുന്നത്. മെയിൻ കോമ്പറ്റീഷനിൽ കയറുന്നത് തന്നെ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പം കയറി ജയിക്കുന്നു, റെഡ് കാർപ്പറ്റ് നടക്കുന്നു, വേറൊരു വേൾഡ്, വേറൊരു എക്സ്പീരിയൻസ്. എന്താ ആ സമയത്താണ് എല്ലാം തിരിച്ചു വന്നിട്ടാണ് ഞാൻ ആലോചിച്ച് പ്രോസസ്സ് ചെയ്തും പിന്നെ ഇതായി തുടങ്ങിയത്. ആ സമയത്ത് ഒന്നും പ്രോസസ്സ് ചെയ്യില്ല, എല്ലാം അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യുക. ഏതാണ്ട് ഡയബറ്റിക് വന്ന പോലെ. പക്ഷെ ഭീകരമായിരുന്നു. വെരി ഗ്രേറ്റ്ഫുൾ, ട്രൂലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഇനിയും കിട്ടട്ടെ എനിക്ക് അങ്ങനത്തെ, എല്ലാവർക്കും കിട്ടട്ടെ. ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും എല്ലാ ആൾക്കാർക്കും സാധാരണ പറയുന്നൊരു കാര്യമാണ്. കാരണം ഇതാണ് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം. ഞാൻ വേറെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടാത്തൊരു ബോണ്ടും കിട്ടാത്തൊരു ജെനുവിനിറ്റിയും കിട്ടാത്തൊരു വൈബും ഇതിലെനിക്ക് കിട്ടിയിട്ടുണ്ട്, മുറയിൽ കിട്ടിയിട്ടുണ്ട്. ത്രൂ മൈ കോ ആക്ടേഴ്സ്, എൻ്റെ ടെക്നീഷ്യൻസ്, അടിപൊളി ടീമായിരുന്നു. ഡയറക്ഷൻ ടീം എസ്പെഷ്യലി, ഇക്കാടെ ടീമിലുള്ള ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവ്, കോപ്പറേറ്റീവ്, ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ തമ്മിൽ നോ കോൺഫ്ലിക്ട്സ്. നമുക്ക് സിനിമയിൽ എങ്ങനെ വർക്ക് ചെയ്യാം, എന്തുമാത്രം വർക്ക് ചെയ്യാം, പിന്നെ ബ്രേക്ക് സമയത്ത് നമ്മൾ ചില്ല് ചെയ്ത് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ സേഫ് സ്പേസ് ആയി, നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു സേഫ് സ്പേസിലോട്ടായി. അപ്പോൾ എല്ലാവർക്കും ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ഉള്ള ഒരു സ്പേസ് കിട്ടി. നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു, നമുക്കൊരു കൂൾ ക്യാപ്റ്റൻ ആയിരുന്നു. എത്രയൊക്കെ സ്ട്രെസ്ഡ് ആയാലും, കാരണം വേറെ സിറ്റുവേഷൻസ് വരുമല്ലേ സ്ട്രെസ് ആവാൻ, ആക്ടേഴ്സിൻ്റെ അടുത്ത് അത് ഒരിക്കലും കാണിക്കില്ല. ഈ ആക്ടേഴ്സിനെ കംഫർട്ടബിൾ ആയിട്ട് വയ്ക്കും പുള്ളി. അത് പാച്ചിക്ക ഒരു ഭീകര ക്യാമറമാനാണ് അങ്ങനത്തെ ഉള്ള. കാരണം പുള്ളിയെ കാണുമ്പം ഫോക്കസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് രാവിലെ തൊട്ട് രാത്രി ചെയ്ത് ഞാൻ കണ്ടില്ല. ഹൈപ്പർ ആക്റ്റീവ്, ഹൈപ്പർ ഫോക്കസ് എന്നൊക്കെ പറയാം. എന്ന് പറയുമ്പോൾ പുള്ളി, അതും പുള്ളിയുടെ ടീമിനും പുള്ളി അത് കൊടുക്കും. എന്ന് പറയാം എല്ലാവരും ഫോക്കസ്ഡ് ആണ്. ക്യാമറ ടീം രാവിലെ വരിക, രാത്രി ഏറ്റവും ലാസ്റ്റ് പോകുന്ന ക്യാമറ ടീമാണ്. ഏറ്റവും മിക്ക ഭയങ്കര പണിയും ഉള്ളത് ക്യാമറ ടീമാണ്. പാച്ചിക്ക ഹാറ്റ്സ് ഓഫ്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ്, ഫോക്കസ്. കാരണം പാച്ചിക്ക നമ്മളിങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കുമ്പോൾ പാച്ചിക്ക് കാണുമ്പോൾ നമുക്കും ഒരു ഇൻസ്പിറേഷൻ വരും. കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ടേ, ഇങ്ങനെയൊക്കെ കളിച്ചും ചിരിച്ചിരുന്നാൽ മതിയോ ആ ഒരു മൂഡ്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഡയബറ്റിക് ലെവലൊക്കെ കൂടി. കാരണം ഉറക്കമില്ല, ഭക്ഷണം എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് സ്ട്രെസ്, ഉറക്കമില്ലായ്മ, അതെല്ലാം കൂടി കാണും. ലൈക്ക് ഇതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, ഒരു ഡയറക്ടർ അടുത്ത പടത്തിൽ വരികയാണ്, ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഇതിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോ? എനിക്ക് കുട്ടിക്കാലം പോലെ സിനിമയിൽ അഭിനയിക്കണമെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പരിപാടികളും അഭിനയിക്കാൻ വേണ്ടി മോണോക്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയുടെ ഓഡീഷൻ്റെ കേസ് അറിയണത്. അങ്ങനെ നമ്മൾ അവിടെ പോയി
വീട്ടിലെ അച്ഛനും പിന്നെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ് പോയത് അവിടെ. കേസല്ല, ഓഡിഷന്റെ കാര്യം അറിയണത്. അവിടെ ചെന്ന് പിന്നെ ഇതേപോലെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ റൈറ്റർ സുരേഷ് ബാബു ചേട്ടനെ കണ്ട്, ചീഫ് അസോസിയേറ്റിനെ കണ്ടു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഷോർട്ട് ഫിലിം എന്നാണ് വിചാരിച്ചത്. എൻ്റെ ഒരു സാറാണ് ഇതേപോലെ ഇതിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പം ഞാൻ ഷോർട്ട് ഫിലിമാണോ എന്തോണ് എൻ്റെ കൂടി പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ പോയി ഷോർട്ട് ഫിലിമാണെന്ന് വിചാരിച്ചാണ് പോയത്. അവിടെ പോയപ്പം ഇക്ക പയ്യെ സ്റ്റെയറിന് ഇങ്ങനെ നടന്നു പറഞ്ഞു. അപ്പോഴാണ് ഇക്ക ഇങ്ങനെ വന്നത്. അപ്പം ഞാൻ വെച്ച് ഇക്ക ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ച്. എന്നിട്ട് വന്നിട്ട് മനസ്സിലായില്ല. എന്നിട്ട് ഇക്ക ഇതേപോലെ വന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അടുത്ത സിനിമ ഇങ്ങനെ ചെയ്യണം, അതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കപ്പകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇത്രയും നല്ലൊരു ഡയറക്ടറിന്റെ സിനിമയിൽ അവസരം കിട്ടിയത് തന്നെ ഒരു ലോട്ടറിയാണ്. പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തായിരുന്നു? പ്ലസ് ടു പഠിച്ചോണ്ടിരുന്നപ്പോ. എക്സാം ഒക്കെ എഴുതി വന്നിട്ട്? എക്സാം ഒക്കെ എഴുതി, കുറച്ച് എഴുതി, പിന്നെ എഴുതി, അതുപോലെ തട്ടി കൂട്ടി ജയിച്ചു. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇവരൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത സമയത്ത് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോ ലൈവായിട്ടൊക്കെ? രസമായിരുന്നു ഉമ്മാരോസ് ചെയ്യാനുണ്ട്. കാരണം പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എന്തായാലും ചെയ്തിട്ടല്ലേ വരുള്ളൂ. നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് എല്ലാം നല്ല ടീം മൊത്തം നല്ല കോപ്പറേറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ആണല്ലോ എല്ലാവരും. പിന്നെ ഇവന്മാരും നമ്മൾ ഷൂട്ടിന് മുമ്പ് ഒരു 10 ദിവസം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ സിനിമ കണ്ടപ്പോ ഇറങ്ങിയിട്ട് ഇവന്മാർ തകർത്തില്ല, എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, രസമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതിന് ഇവരിലെ കൂടെ എത്തട്ടെ. ഞാൻ തമിഴിലും മലയാളത്തിലും കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയില് ആളുടെ കൂടെ ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യുന്ന ഡയറക്ടറിന്റെ കൂടെ ഈ സെറ്റിൽ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? முஸ்துக்கா வந்து இஸ் எ லெஜெண்ட். நான் வந்து ரொம்ப வருஷமாவே ஐ வாண்டட் டு டூ சம்திங் லைக் எனக்கு பிடிச்ச மாதிரி ஒரு கேரக்டரோ, எனக்கு இது மாதிரி ஒரு கேரக்டரோ தேவைப்பட்டு இருந்தது. ஏன்னா நானும் ஒரு 4 படம் பண்ணியும் ஸ்டில் லைக் பீப்புள் அப்ரிஷியேட் மீ. பட் இன்னுமே நான் வெளியில உன்னை யாருக்கும் தெரியல, நான் யாருன்றது தெரியல. ஸோ அந்த ஒரு ஸ்பேஸ்க்காக ஐ வாஸ் லைக் லாங்கிங் ஃபார் அ வெரி லாங் டைம். அப்போதான் ஐ காட் கால் ஃப்ரம் விகா. நானும் இக்கா ஃபர்ஸ்ட் கான்வர்சேஷனே வி ஹேட் ஃபார் லைக் 2.5 hours இருக்குமா இக்கா. ஃபார் 2.5 hours வி ஹேட் அ கான்வர்சேஷன். அப்புறம் இக்கா நரேட்டட் தி ஹோல் ஸ்கிரிப்ட் டு மீ அண்ட் எல்லாமே ரொம்ப சந்தோஷமா இருந்தது. ஃபர்ஸ்ட் திங் தட் கேம் இன்டு மை மைண்ட் இஸ் லைக் நோ மேட்டர் வாட் என்ன ஆனாலும் யூ ஆர் கெட்டிங் திஸ், யூ ஆர் டூயிங் திஸ். ஸோ அந்த ஒரு மைண்ட் செட்டில் இறங்குறது தான் இன்னி வரைக்குமே இட் ஒர்க் அவுட் ரியலி குட். அண்ட் இக்கா எனக்கு கொடுத்த ஸ்பேஸ் வந்துட்டு இட்ஸ் லைக் அ பிளெஸிங் ஃபார் மீ. உண்மையாக சொல்லணும்னா இட்ஸ் லைக் அ பிளெஸிங். ஏன்னா அது எல்லாருக்கும் அவ்வளோ ஈஸியாக கிடைக்குமான்னு சொல்ல முடியாது. அண்ட் த ட்ரஸ்ட் தட் ஹி ஹேட் ஃபார் மீ அண்ட் எல்லாருமே லைக் என்ன பண்ணாலுமே, நான் இது வரைக்கும் என்ன பண்ணோன்னு நான் கேட்டாலுமே இக்கா எனக்கு நோ சொன்னது கிடையாது. வாட் எவர் இட் இஸ், நீ பண்றான்னு தான் எனக்கு அந்த சப்போர்ட் வந்திருக்கே தவிர இக்கா ஒரே ஒரு வாட்டி கூட லைக் வேண்டாம், இது பண்ணாத அது பண்ணாத எதுவுமே எனக்கு சொன்னது கிடையாது. அண்ட் மெயினா பாச்சிக்காக்குலாம் நான் பெரிய நன்றி சொல்லுவேன். ஏன்னா லைக் மூவில கார் ஸ்டன்ஸ்லாம் நானே தான் பண்ணேன். ஆக்சுவலா ஃபைட் பண்ணி நானே பண்ணேன் அந்த கார் ஸ்டன்ஸ்லாம். எனக்கும் ஸ்டன் டைரக்டருக்கும் நம்ம பிசி சன் மாஸ்டருக்கும் கொஞ்சம் ஃபைட்டே ஆச்சு. லைக் முடியாது, ஐ ஒன்ட் ஹேவ் அ பாடி டபுள் ஆர் டூயிங் இட் ஃபார் மீ. நானே பண்றேன்னு ரிஸ்க் எடுத்து பண்ணி. அண்ட் அது மட்டும் இல்லாம பாச்சிகா வாஸ் இன் தி கார் வித் மீ ஆல் தி டைம். தட் வாஸ் தி திங். ஏன்னா if we are shooting it from outside, it's okay. And we are actually safe. Me and Kirdu, we both are in the car, we both are safe. But Parthikas in the back seat, he's holding the camera over there and the car is just like going this side and that side. So அவருக்கு நான் ரொம்ப தேங்க் பண்ணி அவனோட ஆக்சுவலா எல்லாருக்குமே இந்த எக்ஸ்பீரியன்ஸே ஓவரால் இட் கேவ் மீ வாட் like okay, you can go ahead and do it, man. അതെ, ഞാൻ ഇതെങ്ങനെ എനിക്ക് എക്സാമായിരുന്നു. ഞാൻ അവിടെ തേരാപാരയ്ക്ക് നടക്കായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓഡിഷൻ്റെ ആയിട്ട് ഇത് സുരേഷ് ബാബു ചേട്ടനൊക്കെ വന്നത്. അപ്പോൾ വെറുതെ എൻ്റെ സീനിയേഴ്സൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ വന്ന് ഇവിടെ വാടാ, പെട്ടെന്ന് വാ, ഇങ്ങനെ വന്ന് നിപ്പുണ്ട്, സിനിമയുടെ ഭാഗമായിട്ട് വന്ന് നിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി, കിട്ടി സംഭവം. എങ്ങനെ ഞാൻ
ഇതിൽ ചെറിയ ഇതുണ്ടായിരുന്നു, ഒരു കണ്ടന്റ് ഒക്കെ പറഞ്ഞ് സുരേഷ് ബാബു വിളിച്ച് എല്ലാവരും എന്നെ പോലെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഒരു കണ്ടന്റ് പറഞ്ഞ് എനിക്കൊരു കണ്ടന്റ് പറഞ്ഞത് ഇങ്ങനെ നിന്റെ ഒരു വണ്ടിയിൽ കൊണ്ടിച്ച് തട്ടി പെട്ടെന്ന് ഈ റൈസ് ആവണ ഒരു സംഭവം. ഇത് അത് അവിടെ വെച്ച് ചെയ്യാൻ കോളേജിൽ ഓഡീഷൻ പറഞ്ഞു തീർന്നു മുമ്പ് നെഞ്ചിലും അടി അടിച്ച് തള്ളി ഞാൻ സംഭവം അടിച്ചത് ഞാൻ അറിഞ്ഞില്ല ഇത് തുടങ്ങിയത്. അപ്പൊ എന്റെ ബാക്കി പയ്യന്മാരെല്ലാരും ഇങ്ങനെ ദേഷ്യപ്പെട്ടിക്കലേക്ക് ഇത് എന്താണ് സംഭവം എന്നറിയാതെ. അപ്പൊ അങ്ങനത്തെ ഞാൻ ഇത് നേരെ ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഇതാ വന്ന് സിനിമയുടെ ഭാഗമായിട്ട് വന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായി. എവിടെ ആർക്ക് എവിടെ മനസ്സിലാവും ഈ സിനിമ അങ്ങനെ അറിഞ്ഞൂടാ. ഞാൻ സത്യം പറഞ്ഞ ഇത് ഒരു ഷോർട്ട് ഫിലിം എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. ഭയങ്കര സീരിയസ് ഒന്നും അല്ലായിരുന്നു. പിന്നീട് ഇത് ഇവിടെ TVM തന്നെ അവിടെ വെച്ച് ഒരു ഇതെല്ലാം അവിടെ വെച്ച് ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അതിലും കിട്ടി. എങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിട്ട് വിളിച്ചു. പിന്നീടാണ് സീരിയസ് ആയിട്ട് തുടങ്ങിയത്. അപ്പൊ ആദ്യം വിളിച്ചപ്പോ ഒന്നും പ്രതീക്ഷ ഉണ്ടാവില്ല അല്ലെ? ഇല്ല ശരിക്കും ആണോ സിനിമ തന്നെയാണോ എന്നൊക്കെ അല്ലേ? അത് യാഥാർത്ഥ്യമാണോന്ന് അറിയണം. അച്ഛനും അമ്മനൊക്കെ കൂട്ടിട്ടാ പിന്നെ വന്നത്. ശരി തന്നെ. ഓക്കെ. ഇപ്പൊ നമ്മള് കുറെ സമയമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കേട്ടതിൽ നിന്ന് ഇതിപ്പോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അതിനൊരു ടൈം ഉണ്ടോ? ഒരു ഏജ് ഒക്കെ ഉണ്ടോ? എത്ര ഏജ് തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ ഇന്ന ടൈം എത്തുമ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യണം, അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ആയിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കിപ്പോൾ ഓൾറെഡി ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, പാരൻസ് ഡയബറ്റിക് ആണ്, അങ്ങനെയുള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ 18 ഇയേഴ്സ് തൊട്ട് തന്നെ എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈവൻ കുട്ടികളിലാണെങ്കിലും ഒരു 10 വയസ്സിനുള്ളിൽ ഒരു പ്രാവശ്യം, 10 വയസ്സിന് ശേഷം ഒരു പ്രാവശ്യം അങ്ങനെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു 18 വയസ്സിന് ശേഷം പിന്നെ ആയിരിക്കും ഇപ്പം വളരെ നോർമൽ ഷുഗർ ടെസ്റ്റ് ചെയ്താൽ മതിയാവും. അതെ, പിന്നെ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, അതിലും നമുക്ക് കുറെയൊക്കെ പിക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എല്ലാ കുട്ടികളല്ലെങ്കിലും അമിത വണ്ണമുള്ള കുട്ടികളോ ഈ കഴുത്തിലൊരു കറുപ്പ് കാണാറുണ്ട് ചില കുട്ടികളിലൊക്കെ, കണ്ടിട്ടില്ലേ? അങ്ങനത്തെയൊക്കെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഈ ഉണ്ണി പോലോ തടിപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് എന്തായാലും ചെയ്യേണ്ടതാണ്. അമിത വണ്ണമുള്ള കുട്ടികൾ എന്തായാലും ഷുഗർ നോക്കേണ്ടതാണ്. ഇതിപ്പോ ചെറിയ പെൺകുട്ടികൾ കൂടുതൽ കണ്ടുവരുന്നത് ഇപ്പൊ PCOD എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഡയബറ്റീസ് ഇതൊക്കെ വരാൻ സാധ്യതകൾ കൂടുതലാണ്. രാവിലെ ഇവിടെ വന്നപ്പോഴേ ചായയും ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നു ഇവിടെ. എന്നിട്ട് അല്ല, ഈ മലയാളികളെ സ്ഥിരം ശീലമാണ് ചായ, ബിസ്ക്കറ്റ്, പാല്, അത് പാലുൽപ്പന്നങ്ങൾ. ഇത് എത്രത്തോളം ഡയബറ്റീസിനെ അഫക്ട് ചെയ്യും? നമ്മൾ 3 പേരും കഴിച്ചില്ലല്ലോ. ഇല്ല നമ്മളത് പറഞ്ഞില്ല. ബിക്കോസ് ചായ വൺസ് ഇൻ എ ഡേ ഈസ് ഓക്കെ, പക്ഷെ അതിന്റെ ഷുഗർ കണ്ടന്റ് അഗെയിൻ ഒരു ക്വസ്റ്റ്യനബിൾ ആണ്. അപ്പം നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പം ചായ നമ്മൾ ഐ തിങ്ക് അർജുൻ നമ്മൾ മധുരിടാതെയാണ് കഴിക്കുന്നത്. ചായ കഴിക്കാം, പ്രൊവൈഡഡ് അത് 5-6 ചായ ഇസ് എഗെയിൻ ഷുഗർ നമ്മൾ എത്ര ഷുഗർ ഇടും? 2-3 ടീസ്പൂൺ ഇടത്തില്ലേ? അപ്പോൾ ദാറ്റ് ഈസ് എഗെയിൻ ബാഡ്. ആൻഡ് ബിസ്ക്കറ്റ് ഇസ് എന്താണ്? മൈദ ആൻഡ് ഷുഗർ. വേറെ ഒരു സാധനവും അതിന്ന് കിട്ടാൻ പോകുന്നില്ല. കഴിയുന്ന മിക്ക കോമ്പിനേഷൻസും കുറെയൊക്കെ റോങ് ആണ്. ഈ ചായ, ബിസ്ക്കറ്റ്, ഇപ്പം പുട്ടും പഴവും, അപ്പവും കിഴങ്ങറിയും, ഇതിനകത്തൊന്നും നമുക്ക് പ്രോട്ടീൻ അംശവും ഒന്നുമില്ല. അപ്പം നമ്മുടെ മിക്ക കോമ്പിനേഷനും കുറെയൊക്കെ തെറ്റാണ്. അതൊക്കെ തന്നെ മാറ്റിയാൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം വരും ഈ ഭക്ഷണ ക്രമീകരണത്തിൽ. അറിയാതെ തന്നെ നമ്മൾ അതെല്ലാം ചെയ്യുന്നതാണ്. ഒരു 2 എഗ് വൈറ്റ് അതിൽ ആഡ് ചെയ്താൽ തന്നെ അവിടെ തന്നെ നമ്മൾ വലിയൊരു വ്യത്യാസം വരും. സാധാരണ വീടുകളിൽ നിന്ന് തുടങ്ങണം തോന്നുന്നു അല്ലേ? ഇപ്പൊ ഇനി നമ്മുടെ ഫുഡിന്റെ ഒരു ബേസിക്കലി കിച്ചണിൽ നമ്മൾ ഇപ്പം ആരാണോ കിച്ചൺ ഹാൻഡിൽ ചെയ്യുന്ന അവർ കുറച്ച് അവെയർ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ പുട്ടും പഴത്തിന് പകരം പുട്ടും കടലക്കറിയും അതിൻ്റെ കൂടെ ഒരു എഗ്ഗും ഇച്ചിരി ഒരു സാലഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം വന്നു. ബോഡിക്ക് തന്നെ ഒത്തിരി വ്യത്യാസം വന്നു. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എക്സോട്ടിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാകുന്നു അതില്ല അത് നമ്മൾ എത്ര കൊണ്ടുപോകും? മാക്സിമം 1 മാസം കൊണ്ടുപോകും. കിട്ടാത്ത സാധനം നമ്മൾ അവിടെ പോയി ഇവിടെ ഉണ്ടോടോ അതുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അവിടെ വരിച്ച് അതിൻ്റെ ബ്രൊക്കോളി ആ സാധനങ്ങൾക്ക് നമ്മൾ ചിക്കൻ സ്റ്റേക്ക് ആക്കി കഴിക്കുന്നു, ഇതാക്കുന്നു. അതൊക്കെ 1 മാസമേ നമ്മുടെ പാരൻസ് അതിന് അനുവദിക്കത്തുള്ളൂ, കിച്ചണിൽ അല്ലെങ്കിൽ പുറത്താക്കും നിങ്ങളെ. അപ്പോൾ വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്ന നോർമൽ ഫുഡ് തന്നെ ഇപ്പം ഡോക്ടർ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ആഡ് എ പോർഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ആൻഡ് എ സാലഡ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചു, പക്ഷെ അതിൻ്റെ പോർഷൻ കൺട്രോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ മൂവിയിൽ ഇപ്പം ഓക്കെ നമ്മളിപ്പം റിലീസും കാര്യങ്ങളും മാത്രമേ അറിയുന്നുള്ളൂ. നിങ്ങൾ ഇത് എഫോർട്ട് എത്ര നാളായി ഇതിന്റെ ഒരു വർക്ക് തുടങ്ങി? 1.5 വർഷത്തോളമായി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. 1.5 വർഷത്തോളമായി. നമ്മൾ അതിന്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ അങ്ങോട്ട് ഇതുവരെയുള്ള സമയം 1.5 വർഷത്തോളമായി.
അതിനിടയ്ക്കാണ് ഈ പറഞ്ഞ ഓഡിഷൻ നടക്കുന്നത്, വർക്ക്ഷോപ്പ് നടക്കുന്നത്, ലൊക്കേഷൻ കാണാൻ പോകുന്നത്, അത്തരം ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഒരു സിനിമയ്ക്ക്. അതാണ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും കാണുന്നത് നിങ്ങൾ ഓക്കെ റിലീസായി അതിന്റെ പ്രൊമോഷൻ കാര്യങ്ങൾ മാത്രമാണ്. അതിന് പിന്നെയുള്ള കാര്യങ്ങളും ഇത്രയും കാര്യങ്ങൾ ഭയങ്കര പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷനിലാണ് നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുത്തത്. ഷൂട്ട് ഒരു 57 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. ഈ ട്രിവാൻഡ്രം, മധുരൈ, ബാംഗ്ലൂർ ഇതെല്ലാം കൂടി ചേർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു പോസ്റ്റ് വർക്ക്, അതും ഈ പറഞ്ഞ പോലെ 2-3 മാസത്തോളമായിട്ട് പോസ്റ്റ് വർക്ക്, ഡബ്ബിങ്, മിക്സിങ്, കളറിങ്, അങ്ങനെ കുറേ പരിപാടികൾ. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ 2 മണിക്കൂർ സിനിമ നമ്മൾ കാണിക്കുന്നത്. കണ്ട് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ പറയാൻ കൊള്ളില്ല എന്ന് പറയാൻ ഭയങ്കര ലാഘവത്തോടെ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത്രയും പേര് എന്ന് വെച്ചാൽ നമ്മുടെ ലൊക്കേഷനിൽ ഒരു 160ഓളം പേരുണ്ടായിരുന്നു ഷൂട്ടിൻ്റെ സമയത്ത്. അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം മ്യൂസിക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം എടുത്താൽ ഒരു സോങ്ങിന് വേണ്ടിയിട്ട് മ്യൂസീഷ്യന്മാർ വന്നിരുന്ന ചെണ്ട മാത്രം യൂസ് ചെയ്ത് 30 പേരും 35 പേരും നിന്നിട്ടാണ് ഒരു സ്കോറിന് വേണ്ടിയിട്ട് ചെണ്ട വായിച്ചത്. അപ്പോൾ അതൊന്നും നമ്മുടെ കണക്കിലില്ലാത്തതാണ്. അതൊരു മ്യൂസിക് ഡയറക്ടർ മാത്രം ബാക്കിൽ വർക്ക് ചെയ്ത ആളുകളാണ്. അപ്പോൾ എത്രത്തോളം ആളുകളാണ് ഇതിൽ വർക്ക് ചെയ്യണത്. അതാണ് ഇപ്പം ഒരു മൂവി ഇതിനു മുന്നേ പറയുക ഒരു റിവ്യൂവിന്റെ കാര്യത്തിലൊക്കെ ഒക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്രത്തോളം എത്ര പേര് എഫക്ട് ചെയ്യുന്നു. അതെ. ദ സെയിം തിങ് നമ്മളിപ്പോൾ 10-15 വർഷം പഠിച്ചിട്ടായിരിക്കും ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത്. അത് ഒരു രോഗിക്ക് ഒരു 2-3 മിനിറ്റിൽ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. പറയും ആ ഡോക്ടർ ഇത്രയും ചാർജ് ചെയ്തു. അതിൻ്റെ ഇതെന്ന് വെച്ചാൽ 15 years ഓഫ് കഷ്ടപ്പാടാണ് നമുക്ക്. സെയിം തിങ് നിങ്ങളിപ്പോൾ ഒരു 1 or 2 yearsന്റെ കഷ്ടപ്പാടാണ് നമ്മൾ 2-3 മണിക്കൂർ മൂവി ആയിട്ട് കാണുന്നത്. ലോട്ട് ഓഫ് എഫേർട്ട്. ഇത്രയും പ്രിപ്പറേഷൻ ഇല്ലാണ്ടും സിനിമകൾ വരുന്നുണ്ട് കേട്ടോ. വളരെ നിസ്സാരമായിട്ട് കാണുന്ന സിനിമക്കാരുണ്ട്, ഇല്ലെന്നല്ല. അത്തരം സാധനങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ മാക്സിമം നമ്മൾ ഈ പറഞ്ഞ നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് അല്ലാത്ത ഒരു സാധനത്തിലേക്ക് എത്തുമ്പം കൂടുതൽ ആളുകളിലേക്ക് അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഇല്ലാണ്ട് ആളുകൾക്ക് അത് മനസ്സിലാവും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്രയും പ്രീ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആദ്യം നമുക്ക് വിശ്വാസമാവണം, എന്നാലേ ഇത് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല റെസ്പോൺസാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പോകുന്നു സിനിമ. നിങ്ങൾ കാണാത്ത ആളുകളൊക്കെ പോയി കാണാം. എന്തായാലും നിങ്ങൾ പോയി കാണണം. Just one final question. It's with an example. I just want to know, I'll tell you about a guy's lifestyle. And could you tell how risky he is? Like, Definitely. no. And ഇവരുടെ ആരുടെങ്കിലും ആണോ ലൈഫ് സ്റ്റൈൽ? He's just quoting an example. Yeah. I Okay. will not ask you the name. So a guy is like 32 years old. Okay. His body fat is 7%. Okay. He eats 1 meal a day, and that too he doesn't like concentrate on what he's eating. The rest of the meals is either tea or Pepsi. So and the thing is like he feels really healthy. Like he smokes a lot. That's there, yeah. That's there too. And he feels like he has like unlimited energy and he doesn't feel like he's off. You're a vampire. He's a vampire. He might be a vampire. So I basically have this question like because till now அவனுக்கு வந்து ஒரு பயம் வந்தது இல்ல, போய் டெஸ்ட் பண்ணி பார்க்கணும் இல்ல ஏதோ ஆகுதோ நம்ம பாடிக்கு. Are there any signs that he can look for or see, നമുക്കിപ്പോൾ ബോഡി ഫാറ്റ് ഇസ് നോട്ട് ഓൾവേസ് ദ മെഷർമെൻറ്റ് ഓഫ് എ ഹെൽത്തി പേഴ്സൺ അല്ലേ. അത് ചില കണ്ടീഷൻസിൽ വി ഡു ആസ്ക് ദം ടു ഗെറ്റ് എ പ്രോപ്പർ ബോഡി ഫാറ്റ്. അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വൺ ഇസ് ഹിസ് ഏജ്. 32 years ഇസ് എ വെരി യങ് ഏജ്. നമ്മുടെ ബോഡി എല്ലാം ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഫെറ്റീഗ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല. വി ഹാഡ് മെനി കേസസ് ഒരു സിംറ്റം ഉണ്ടാവില്ല. പിന്നെ ചില സമയങ്ങളിൽ ഒരു ഇൻക്രീസ് സ്ലീപ്പ്, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, ഇൻക്രീസ് ഫെറ്റീഗ്, കോൺസ്റ്റൻറ്റ് ഹെഡ് ഏക്ക്, ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവാം കേട്ടോ, എല്ലാതൊന്നുമല്ല. പക്ഷെ അതൊക്കെയാണ് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത്. ബട്ട് ഇങ്ങനെ ഇത്രയും അൺഹെൽത്തി ആയിട്ട് ജീവിക്കുന്നുണ്ട്, ഇഫ് ദ പേഴ്സൺ ഇസ് ഫീലിംഗ് ലൈക്ക് ദാറ്റ്, ഡെഫിനറ്റ്ലി അത് ചേഞ്ച് ചെയ്യേണ്ടതാണ്. കാരണം നമ്മളെ ബോഡി ഈസ് our wealth. We cannot replace it. Whoever that person is, and the concept is from what you're saying, he is living on that sugar rush.
That our sugar consumption is what he's pushing through. If he stops that sugar consumption, he'll start to feel fatigue. മനസ്സിലായില്ലേ? ഇപ്പൊ ആ ഷുഗർ കട്ട് ചെയ്താൽ ഇപ്പൊ അത് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞാൽ ഈ ഷുഗർ പേഷ്യൻസ് സാർ നേരത്തെ പറഞ്ഞില്ലേ 500-600 ഉള്ള ഷുഗർ ഉള്ള ആൾക്കാർക്ക് ചിലർക്ക് കംഫർട്ടബിൾ, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഇവരുടെ ഷുഗർ പെട്ടെന്ന് 200-ലേക്കോ 300-ലേക്കോ അല്ലെങ്കിൽ 150-ലേക്കൊക്കെ താത്തുമ്പോഴാണ് അവർക്ക് ക്ഷീണം വരിക. നമ്മുടെ ബോഡി ആ ഒരു ഹൈയിൽ ഇങ്ങനെ ഷുഗർ റഷിൽ അങ്ങ് പോകുന്ന പോലെ ആയിരിക്കണം. സോ ദാറ്റ് കുഡ് ബി വൺ റീസൺ വൈ ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഫീലിംഗ് എനി ഫെറ്റീഗ്. അവർ ആ ഷുഗർ കൺസംഷൻ ഉണ്ടല്ലോ നല്ലപോലെ. പെപ്സി അതിൽ നമ്മളൊരു ഗ്ലാസ് പെപ്സി എടുക്കണമെങ്കിൽ ഒരു 1/4 ഷുഗറാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഷുഗർ റഷിൽ ഇങ്ങനെ ആ ക്ഷീണം അറിയാത്തതാവാം. ഇപ്പൊ ആ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 days ക്ഷീണം വന്നു. Okay. Then I'll ask him to test like. ആ പേഴ്സൺ ഐ തിങ്ക് യു ക്യാൻ ആസ്ക് ഹിം No, at least ഒരു 3 days ask him to cut down the sugar and see how is it. get a routine blood. Because you are getting a zero, ഒരു empty calorie every day. അപ്പം will be energetic. പക്ഷെ പ്രോപ്പറായിട്ട് വൈറ്റമിൻസ് ഒന്നും എത്തുന്നില്ല. യു ആർ ഗെറ്റിംഗ് ഓൺലി ഫ്രം 1 meal. ആ മീലും അത്ര ഹെൽത്തി ആവണമെന്നില്ല മോസ്റ്റ് ഓഫ് ദ ടൈംസ്. இப்போது ஒரு ரொட்டீனாக ஒரு டயட் ஃபாலோ பண்ணிகிட்ருக்கோம். அந்த டைமில் வந்து சடனாக நிறைய சுகர் சாப்பிடணும் போல் ஆகுது. இப்போ அதை எப்படி மேனேஜ் பண்ணுறது? sugar cravings. இல்லை அது எப்படின்னா 1 or 2 days இட்ஸ் ஓகே. பட் அந்த டயட்டே மறந்துட்டு ஃபுல்லாக 1 week or 2 weeks அப்படியே போயிடுது. മോസ്റ്റ്ലി വാട്ട് യു ക്യാൻ ഡു ഇസ് ഈ ഷുഗർ ക്രേവിങ്സ് വരുന്നത് നമുക്ക് ഒത്തിരി ഷുഗർ കഴിച്ച ആളാണോ ഈ പെട്ടെന്ന് ഡയറ്റ് നിർത്തി ഡയറ്റിലോട്ട് പോയത്, അപ്പോൾ ഷുഗർ ക്രേവിങ്സ് വരാം. അപ്പം യു ക്യാൻ ടേക്ക് സം ഷുഗേഴ്സ്, ഹെൽത്തി ഷുഗേഴ്സ് ലൈക്ക് യു ക്യാൻ ടേക്ക് ഫ്രൂട്ട്. ഇപ്പം ജ്യൂസ് അല്ലാതെയുള്ള ഫ്രൂട്ട് എടുക്കാം. അങ്ങനെയൊക്കെയുള്ള ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ ദാറ്റ് ഈസ് ഗുഡ്. പിന്നെ പ്രോട്ടീൻസും ആഡ് ഓൺ ചെയ്യുമ്പം ഇത് ഇച്ചിരി ബെറ്റർ ആവും. പിന്നെ ഷുഗർ കട്ട് ചെയ്യുമ്പോഴും പെട്ടെന്ന് ഒരു ദിവസം ഇന്ന് മുതൽ ഞാൻ ഷുഗർ കഴിക്കില്ല, അത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. നമുക്ക് ഭയങ്കര ഒരു ഏർജ് ടു ഈറ്റ് എ ലോട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ കണ്ടിരിക്കുന്നത് വെച്ചാൽ 1 week ഷുഗർ കട്ട് ചെയ്ത ആൾ പിറ്റേന്ന് പോയിട്ട് ഫുൾ ഐസ്ക്രീമും ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്നത്. അപ്പം ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു. ഓവർ ഈറ്റിംഗ് വരും. നമ്മുടെ ബോഡിനെ കണ്ടീഷൻ ചെയ്യുന്ന പോലെയാണ്. നമ്മളിപ്പോൾ ഒരു മാരത്തോൺ ട്രെയിനിങ് പോലാണ് ഈ ഷുഗർ കട്ട് ചെയ്യുന്നതൊക്കെ പോലെ നമ്മൾ പതുക്കെ ടോൺ ഡൗൺ ചെയ്ത് കൊണ്ടുപോകാം. എല്ലാ വീടുകളിലും കിച്ചണിൽ ഒരു ചാർട്ട് ഉണ്ടായിരിക്കുന്നത് നല്ലതാണല്ലേ? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ എല്ലാ പ്രൊഡക്ഷൻ ഹൗസിലും ആ ഒരു ചാർട്ട് വെച്ചാൽ മതി. ഈറ്റ് ഹെൽത്തി. ചാർട്ട് വെച്ചില്ലെങ്കിൽ നിങ്ങൾ 2-3 പേര് കഴിക്കാതിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും. അത് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. അങ്ങനെ നമ്മൾ കൂട്ടത്തിൽ ചായ കുടിക്കും, ഷുഗർ കട്ട് ചെയ്തിട്ട് കുറെ ആയി. നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും ഷുഗർ കട്ട് ചെയ്ത് ഇപ്പം ഷുഗർ ഇട്ടൊരു ചായ കുടിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. ഒരു 2-3 weeks കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി അതിന് ട്യൂൺഡാവും. ആദ്യത്തെ ഒരു ഡിഫിക്കൽട്ടി ഈ പറഞ്ഞ പോലെ ഐ തിങ്ക് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇനിഷ്യലി നമ്മളും യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. നമ്മളൊക്കെ കട്ട് ചെയ്യുമ്പോഴും വി ഓൾസോ ഹാഡ് ദ സെയിം ഡിഫിക്കൽട്ടി. പക്ഷെ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് ഒഴിവാക്കാനല്ല പറയുന്നത്, ഒരു ക്വാണ്ടിഫൈ ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗറിന് ഒരു കണക്ക് വെക്കുക. മൊത്തമായിട്ട് ഷുഗർ കട്ട് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. ഒരു കണക്ക് വെക്കണം. ഞാൻ ഇത്രയും ഉപയോഗിച്ചിരുന്നു, ഞാൻ ഇന്നൊരു ജ്യൂസ് കുടിച്ചിരുന്നു, ഞാൻ ഇന്നൊരു പെപ്സി കുടിച്ചിരുന്നു. അത് നമ്മളൊരു കണക്ക് വെക്കണം. ഒരു കണക്കും വെക്കാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അവർ സെൽഫ് മോട്ടിവേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും. ഡോക്ടർ, ഈ മിൽക്കിൻ്റെ മിത്ത് അറിയണേ. മിൽക്ക് ഹാംഫുൾ ആണെന്ന് പറയുന്നുണ്ട്. ഇസ് മിൽക്ക് ഡ്രിങ്കബിൾ? ഒരു ഗ്ലാസ് മിൽക്ക് ഇപ്പം ചായയുടെ കൂടെയോ പ്ലെയിൻ മിൽക്കോ എന്താണെങ്കിലും അതൊരു വലിയൊരു കോൺട്രവേഴ്സൽ ടോപ്പിക്കാണ്. ലൈക്ക് നമ്മൾ ഇതിൽ പ്രകാരം മിൽക്കിൽ പ്രോട്ടീൻ ഉണ്ട്. യു ക്യാൻ ഡെഫിനറ്റ്ലി, നിങ്ങൾക്ക് ഇപ്പം മിൽക്ക് ഇൻടോളറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ, മിൽക്കിലെ കണ്ടന്റ് ലാക്ടോസ് ഇൻടോളറൻസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ചില ആൾക്കാർക്ക് മിൽക്ക് കഴിച്ച് കഴിഞ്ഞാൽ ബ്ലോട്ടിങ്ങും വയറ്റുന്ന ലൂസായിട്ട് പോവാം. അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു ഫുഡ് കഴിയുന്നത്ര അത് ഏത് ഫുഡായാലും അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലാതെ യൂഷ്വലി നമ്മൾ ഓരോ സ്റ്റഡീസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മിൽക്കിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഹോർമോൺസിൽ ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ പ്രായമാവുന്നതിനനുസരിച്ച് നഷ്ടപ്പെടുന്നതാണ്. പക്ഷെ ആ സ്റ്റഡീസും അതും ഒരു കോൺട്രവേഴ്സലാണ്, ഫുള്ളി ആക്സെപ്റ്റഡ് അല്ല. അപ്പോൾ ടു എ പോർഷൻ, അതാ ഞാൻ പറഞ്ഞത്, ടേക്ക് എവറിത്തിങ് ഇൻ എ കൺട്രോൾഡ് പോർഷൻഡ് മാനർ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഡെയിലി ഒരു 4-5 ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ അതിലും യു ആർ ഗെറ്റിങ്. പക്ഷേ ഇഫ് യു ആർ ഇപ്പം ഞാൻ ചില പേഷ്യൻസിന് പാല് കുടിക്കാറുണ്ട്. പാല് കുടിക്കുമ്പോൾ വയറ് ലൂസായിട്ട് പോകും, ഡോക്ടറെ വോമിറ്റിംഗ് സെൻസ്. അപ്പോൾ ഡോണ്ട് ടേക്ക് ഇറ്റ്. യു ഷുഡ് നോ യുവർ ബോഡി. ഇപ്പോൾ എനിക്ക് പറ്റുന്ന ഫുഡ് നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. സോ നമ്മളിപ്പം കുറേയൊക്കെ ജനറ്റിക്കലി പ്രിഡിസ്പോസ്ഡ് ആയിരിക്കും ഇന്ന ഫുഡിൻ്റെ അലർജി അങ്ങനെയൊക്കെ. അപ്പം ഗട്ടിനുള്ള അലർജി നമുക്ക് യൂഷ്വലി വരുന്നത് ഒരു വയറ് സ്തംഭനം, വോമിറ്റിംഗ് ഫീലിംഗ്, ലൂസായിട്ട് പോവുക. അതാണ് ഗട്ടിന് പറ്റാത്ത ഫുഡുകൾ പോകുമ്പോൾ. നോട്ട് ഓൺലി ലൂസ് ടൂൾസ്, അത് അങ്ങനെയുള്ള സിംറ്റംസ് ഉള്ള ഫുഡുകൾ, അത് മിൽക്കല്ല, എന്തായാലും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. എന്തായാലും ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളും
നമ്മൾ പറഞ്ഞ കാര്യങ്ങളും അതായത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് സിനിമ ഇതിനെ കുറിച്ചിട്ട് മാത്രമല്ല കുറെ ഇൻഫർമേഷൻസ് അങ്ങോട്ടും കിട്ടി അല്ലേ? അതെല്ലാം മുറ പോലെ നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, സിനിമ കാണാത്ത ഒരു സിനിമ കാണുക, ഈ പറഞ്ഞ പോലെ ഈ ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാ മുൻകരുതലുകൾ എടുക്കേണ്ട ആളുകൾ അതും മുറ പോലെ ചെയ്യുക. സിനിമ കാണാത്ത ആളുകൾ, നമ്മൾ മുറ കാണാത്ത ആളുകൾ അതും മുറ പോലെ ചെയ്യാം. സോ നമ്മളിപ്പോ സെഷൻസ് അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് ഈ ഒരു ഡയബറ്റീസ് ഡേയില്. സോ താങ്ക് യു സോ മച്ച് ഡോക്ടേഴ്സിനും അതേപോലെ തന്നെ മുറാച്ചിയും. ഓൾസോ ഹാപ്പി ചിൽഡ്രൻസ് ഡേ, നമ്മളത് മിസ് ചെയ്തല്ലേ? അങ്ങനെയാണെങ്കിൽ ശരി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇതിൽ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും ഒക്കെ പറയണല്ലോ, അത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു പാട്ടിൽ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, അപ്പൊ ചിൽഡ്രൻസ് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പാട്ടും കൂടെ പറഞ്ഞിട്ട് നമ്മളിപ്പോ ഷോ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം. 1, 2, 3, 4. അടുത്തോട്ടടുക്കണ്ട ശരിക്കും പഠിക്കാതിറങ്ങിയ കാള. അമ്മ ബോട്ടില് അമ്മ സൈക്ലോൺ എനിക്കിട്ട് പണിയാൻ വരുന്നവർ പാടാ. ഫസ്റ്റ് തിങ് ബെസ്റ്റ് തിങ് വീക്കിന് ശബത്തിനെടുക്കാൻ മാല. പണി പാതിക്കിട്ട് പോകില്ല, മരിച്ചാ മരിച്ചു അതുവരെ. So thank you so much. Thanks for coming.